അപ്പത്തേ നമ്മുടെ കാച്ചിൽ കൊണ്ട് എന്നാ ഉണ്ടാക്കാൻ പോവാണ് നമ്മള്? പുഴുക്കുണ്ടാക്കാൻ പോവാണ്. കാത്തുക്കുട്ടന് പുഴുക്ക് ഇഷ്ടമാണോ? കാച്ചില് കഴിഞ്ഞ ദിവസം നമ്മൾ അച്ഛമ്മ പറിച്ച കാച്ചില് കൊണ്ട് നമ്മൾ ഇന്ന് എന്നാ ഉണ്ടാക്കാൻ പോവാ? പുഴുക്കുണ്ടാക്കാൻ പോവാ. കാത്തുക്കുട്ടന് പുഴുക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കാത്തുക്കുട്ടന് പുഴുക്ക് ഇഷ്ടമല്ലെന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് പുഴുക്കൊന്നും ഉണ്ടാക്കി നോക്കാവേ. അപ്പത്തേ നമുക്ക് കിട്ടിയ കാച്ചിൽ കൊണ്ട് നമ്മൾ ഇന്നൊരു ചെറിയ പുഴുക്കുണ്ടാക്കാൻ പോവാണ് കേട്ടോ. തിരുവാതിരയൊക്കെ ആയതുകൊണ്ട് ഒരു തിരുവാതിര പുഴുക്ക് തന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേനയും ചേമ്പും കാച്ചിലും കൂർക്കയും ഏത്തക്കയും പയറും എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിൽ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടി കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ അരപ്പും തയ്യാറാക്കി. കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് നമ്മുടെ അരപ്പും വേവിച്ച കഷ്ണങ്ങളും കൂടെ എല്ലാം ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പുഴുക്കും കൂട്ടത്തിൽ കുറച്ച് മാങ്ങാച്ചാറും കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ പയറൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടേ. അപ്പം ഞാൻ പോയി പുഴുക്ക് കഴിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം.